ACP എന്റെ നമ്പർ സൈബർ സെല്ലിന് കൈമാറുകയും ചെയ്തു. അപ്പോ ആരാണ് മാമിനെ വിളിച്ചതെന്ന് തെളിഞ്ഞോ? അത് ഇതുവരെ ACP തന്നിട്ടില്ല. അതാരോ പറ്റിക്കാൻ വേണ്ടി ഒപ്പിച്ച കോളായിരിക്കും. പിന്നീട് അങ്ങനെ ഒരു കോള് വന്നിട്ടുമില്ല. അല്ല, അന്ന് വിളിച്ചപ്പോ മാമിനോട് എന്താ പറഞ്ഞത്? ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അല്ല, വിളിച്ചയാളെ എന്താണ് പറഞ്ഞതെന്ന് അറിയെങ്കിൽ ആ മാറ്ററിന്റെ സ്വഭാവം അറിഞ്ഞ് ആളെ കണ്ടെത്തല്ലോ. അതെ, മാമിന് ആരെങ്കിലും പറ്റിക്കാൻ വിളിച്ചതാണോന്ന് അറിയാലോ. അന്ന് വിളിച്ചയാള് എന്താ മാം പറഞ്ഞത്? അത് പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കില്ല. അയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ. ഞങ്ങളോട് പറയാൻ പാടില്ലാത്ത കാര്യമല്ലോ ആണോ മാഡം? ഏയ്, അങ്ങനെയൊന്നുമില്ല, പറയാം. മാനേജ്മെന്റ് അറിയാതെ ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് അയാൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ആ വ്യക്തി ഇവിടെ ഒരാളിന്റെ കൊലയാളിയാകുമെന്ന് അയാൾ പ്രവചിക്കുകയും ചെയ്തു. അത് അങ്ങനെ ഒരാള് ഇവിടെ താമസിക്കുന്നതായിട്ട് മാമിന് സംശയമുണ്ടോ? മാം അന്വേഷിച്ചായിരുന്നോ? ആ കോള് വന്ന ഉടനെ ഞാൻ വിശദമായി ഇവിടെ താമസിക്കുന്ന എല്ലാ കുട്ടികളുടെയും റെക്കോർഡ്സ് പരിശോധിച്ചു. മാമിന്റെ അറിവിൽപ്പെടാത്ത ആരെങ്കിലും ഇവിടെ താമസിക്കുന്നുണ്ടോ? എന്റെ അറിവിൽപ്പെടാത്ത ആരും ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നില്ല. എന്നെ തെറ്റിദ്ധരിപ്പിക്കാനായി ആരോ ചെയ്ത കോളാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളാരും അതിന്റെ പിന്നാലെ പോയി സമയം കളയണ്ട. ശരി മാം, ഞങ്ങൾ അതിന്റെ അപ്ഡേഷൻ അറിയാൻ വേണ്ടി വന്നതാ. പോട്ടെ മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. മാമിനെ കോള് ചെയ്ത ആള് പറഞ്ഞത് ഒരു സീരിയസ് മാറ്റർ ആണല്ലോ. അതാ ഞാനും ആലോചിക്കുന്നത്. ഒരാൾ ഇതിനകത്ത് അധികമായിട്ടുണ്ട്. അയാൾ ഇവിടെ ഒരാളുടെ കൊലയാളിയാകുമെന്നൊക്കെ പറഞ്ഞ എന്താ അതിന്റെ മീനിങ്? ഇവിടെ ആരോ ഒരാൾ കൊല്ലപ്പെടുമെന്നാണ് അതിന്റെ അർത്ഥം. ദൈവമേ, ആരാണ് കൊല്ലപ്പെടാൻ പോകുന്നത്? ആ കൊലപാതകം തടയണ്ടേ? ആ കോളിന്റെ വാസ്തവം എന്താന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. വിശ്വസിക്കാൻ കഴിയാത്ത വാർത്തയാ അത്. മാം അത് വിശ്വസിച്ചിട്ട് പോലുമില്ല. വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ മാം സൈബർ സെല്ലിനെ സമീപിച്ചത്? നമുക്ക് വന്ന കോൾസ് നമ്മൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? പക്ഷേ അതിന് പിന്നിൽ ആരാണെന്നറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അത് തന്നെയാ ഇക്കാര്യത്തിൽ മാമിന്റെയും ആറ്റിറ്റ്യൂഡ്. അത് കണ്ടെത്താനാ സൈബർ സെല്ലിനെ സമീപിച്ചത്. നമ്മുടെ അറിവില് ഇവിടെ താമസിക്കുന്നവരെ കൂടാതെ മറ്റൊരാൾ ആരവാണ്. മാമിന് കോൾ വരുന്ന സമയത്ത് ആരവാണല്ലോ ഉണ്ടായിരുന്നത്. നമുക്ക് കോൾ ചെയ്ത ആളിനും ആരവ് നമ്മുടെ ഒപ്പം ഉള്ളതറിയാം. അപ്പോ ആരവിനെയാണോ കോൾ ചെയ്ത ആൾ ഉദ്ദേശിക്കുന്നത്? ദൈവമേ, നമ്മുടെ ആരവ് ഇവിടെ ആരുടെ കൊലയാളി ആവുന്നല്ല അതിനർത്ഥം. മേഘേ, അങ്ങനെയൊന്നും പറയാതെ. നമ്മുടെ ഒപ്പം താമസിച്ചുകൊണ്ട് ആരും ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ആരവിനെ മാറ്റി നിർത്തിയ വേറെ ആരെങ്കിലും ഇവിടെ വ്യാജ ഐഡന്റിറ്റി താമസിക്കുന്നുണ്ടോ എന്നറിയണം. ആർക്കെങ്കിലും ആരോടെങ്കിലും പകയുണ്ടായി അവരെ തീർക്കാൻ ഇവിടെ ഒളിച്ചു താമസിക്കുന്നതായിക്കൂടെ? നോ, ഇതൊന്നും അല്ല. ഇത് നമ്മുടെ ആരവിനെ ലക്ഷ്യം വെച്ചുള്ള കോള് തന്നെയാ. കോള് ചെയ്തയാൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ കോളിന് പിന്നിലെ വ്യക്തിയെ കണ്ടെത്തിയേ പറ്റൂ. മാമിനെ വിളിച്ച നമ്പറിന്റെ ഉടമയെ ACP കണ്ടെത്തി കാണും. നമുക്കേ ACP സമീപിച്ചാലോ? എല്ലാ കാര്യങ്ങളും പോലീസ് മൈൻഡിൽ ചിന്തിക്കുന്ന ACPയിൽ നിന്നും അതറിയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. നീ വിചാരിച്ചത് നടക്കും. നമ്മുടെ കൂട്ടത്തില് വൃന്ദയോടാണല്ലോ ACPക്ക് ഒരു പ്രത്യേക നോട്ടം. അത് നിങ്ങളുടെ തോന്നലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. നമ്മളിൽ നിന്നും ആരവിനെ കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടുമോന്ന് അറിയാനാ അയാൾ എന്നോട് അടുപ്പം കാണിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ കാര്യത്തിന് ACPയെ സമീപിച്ചു നോക്കാം. നിങ്ങൾ എന്തായാലും പോവാൻ റെഡിയാവ്. അനു, അതെന്തിനാന്ന് ചോദിക്കേ.
നീ എന്താ അവിടെ നിന്നോളഞ്ഞ് വരുന്നില്ലേ?